വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേറ്റ് 100 ദിവസം പിന്നിടുമ്പോൾ വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾക്കൊപ്പം വിവാദങ്ങളും വിമർശനങ്ങളും രാഷ്ട്രീയ തർക്കങ്ങളും സർക്കാരിന്റെ ആദ്യഘട്ടത്തെ അടയാളപ്പെടുത്തുകയാണ്. മെയ് 18-ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ സർക്കാരിന് ഓഗസ്റ്റ് 25-ന് 100-ാം ദിനം പൂർത്തിയാകുന്നു. 1826 ദിവസം നീളുന്ന ഭരണകാലത്തിന്റെ തുടക്കം മാത്രമാണ് ആദ്യ 100 ദിവസങ്ങൾ. അതിനാൽ തന്നെ ഇതിനെ അടിസ്ഥാനമാക്കി സർക്കാരിന്റെ പൂർണ്ണമായ പ്രകടനം വിലയിരുത്തുന്നത് നേരത്തെ ആയേക്കാം. എന്നാൽ ഭരണത്തിന്റെ ശൈലിയും മുൻഗണനകളും രാഷ്ട്രീയ സമീപനവും വ്യക്തമാകുന്ന നിർണായക ഘട്ടം കൂടിയാണ് ആദ്യ 100 ദിനങ്ങൾ. അധികാരമേറ്റതു മുതൽ പ്രഖ്യാപിച്ച പദ്ധതികൾക്ക് തുടക്കമിടുന്നതിനൊപ്പം വിവിധ വിഷയങ്ങളിൽ സർക്കാർ പ്രതിരോധത്തിലാകുന്ന സാഹചര്യങ്ങളും ഉണ്ടായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കണമെന്ന രാഷ്ട്രീയ ബോധ്യം സതീശൻ പ്രകടിപ്പിക്കുന്നുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഭരണ നടപടികളിലും മന്ത്രിമാരുടെ പ്രതികരണങ്ങളിലും ഇതിന്റെ സൂചനകൾ കാണാനാകുന്നു. എന്നാൽ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുകയും അത് തുടർച്ചയായി നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ഏതൊരു സർക്കാരിന്റെയും ഏറ്റവും വലിയ ഉത്തരവാദിത്തം. ഭരണത്തിന്റെ ആവേശം നിലനിൽക്കുന്നുണ്ടെങ്കിലും പുതിയ സർക്കാരിൽ നിന്ന് വലിയ പ്രതീക്ഷകളാണ് ജനങ്ങൾക്കുള്ളത്. അതിനാൽ തന്നെ ഫലം കാണാനുള്ള ജനങ്ങളുടെ കാത്തിരിപ്പും അത്ര തന്നെ ശക്തമാണ്. 100 ദിന പ്രവർത്തനങ്ങളിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ശ്രദ്ധേയമായ ഇടപെടലുകളിലൂടെ മുന്നിലെത്തി. വകുപ്പിലെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങളും കർശനമായ നിലപാടുകളും അദ്ദേഹത്തിന് രാഷ്ട്രീയ ശ്രദ്ധ നേടിക്കൊടുത്തു. കെ മുരളീധരനും തന്റെ വകുപ്പിൽ സജീവമായ ഇടപെടലുകളിലൂടെ മുന്നേറുകയാണ്. എന്നാൽ മുഖ്യമന്ത്രിയെ തീരുമാനിച്ച ഘട്ടം മുതൽ രൂപപ്പെട്ടിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല എന്ന വിമർശനവും ഇപ്പോഴും ഉയരുന്നുണ്ട്. പല വകുപ്പുകൾക്കും ഭരണത്തിന്റെ പൂർണ്ണ വേഗത കൈവരിക്കാനായിട്ടില്ലെന്നതും സർക്കാരിന് തിരിച്ചടിയാണ്. 2 മന്ത്രിമാരുടെ സ്വകാര്യ സെക്രട്ടറിമാരുടെ നിയമനം പൂർത്തിയാക്കാൻ പോലും ഏകദേശം 90 ദിവസം വേണ്ടിവന്നത് ഭരണ സംവിധാനത്തിന്റെ ഏകോപനത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തി. ബോർഡ്, കോർപ്പറേഷൻ നിയമനങ്ങൾ വൈകുന്നതും രാഷ്ട്രീയമായി ചർച്ചയായി. വ്യക്തിപരമായി ബന്ധമുള്ളയാളെ മന്ത്രിയുടെ സ്വകാര്യ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് മന്ത്രി സണ്ണി ജോസഫിനെതിരെ വിമർശനമുയർന്നു. സർക്കാർ അഭിഭാഷകരുടെ നിയമനത്തിലും ആരോപണങ്ങളുണ്ടായി. ദേവസ്വം വകുപ്പിന്റെ അഭിഭാഷകനായി ശബരിമല കേസിലെ പ്രതിഭാഗം അഭിഭാഷകനെ നിയമിച്ചതാണ് കൂടുതൽ വിവാദമായത്. ഇതിനെതിരെ പ്രതിപക്ഷം ശക്തമായ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചു. സർക്കാർ സംവിധാനത്തിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ ചായം വളരുന്നുവെന്ന ആരോപണവും ഉയർന്നു. അതേസമയം മുൻ സർക്കാരിന്റെ കാലത്തെ തീരുമാനങ്ങളും ഇടപാടുകളും പരിശോധിക്കുന്നതിനുള്ള നടപടികൾ ശക്തമാക്കുന്നത് പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ സമ്മർദ്ദം സൃഷ്ടിക്കുന്നുവെന്ന വിലയിരുത്തലുമുണ്ട്. പഴയ ഭരണകാലത്തെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി പുതിയ സർക്കാരിന് രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാകുമെങ്കിലും അത് ദീർഘകാലം നിലനിൽക്കാനുള്ള ഏക മാർഗമല്ല. മുഖ്യമന്ത്രിയുടെ വാക്കുകളുടെ വിശ്വാസ്യതയാണ് പ്രതിപക്ഷം പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. പ്രഖ്യാപനങ്ങൾ എത്രത്തോളം പ്രാവർത്തികമാകുന്നു എന്നതായിരിക്കും ഇനി സർക്കാരിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനെ നിർണ്ണയിക്കുക. ആദ്യ 100 ദിവസങ്ങളിൽ മുൻ സർക്കാരുമായി താരതമ്യം ചെയ്ത് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ ഇനി മുതൽ താരതമ്യങ്ങളെക്കാൾ വി.ഡി. സതീശൻ സർക്കാരിന്റെ സ്വന്തം പ്രവർത്തനങ്ങളാകും ജനങ്ങളുടെ വിലയിരുത്തലിന്റെ മാനദണ്ഡം. തൊഴിൽ, വ്യവസായം, അടിസ്ഥാന സൗകര്യം, വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, സാമൂഹികക്ഷേമം തുടങ്ങിയ മേഖലകളിൽ വ്യക്തമായ ഫലങ്ങൾ ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ്. വ്യവസായ വാണിജ്യ മേഖലകളിൽ പുതിയ ആശയങ്ങൾക്കും നിക്ഷേപങ്ങൾക്കും സാധ്യതകൾ തുറക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നതും പ്രതീക്ഷ നൽകുന്നു. ഒരു സർക്കാരിന്റെ പ്രതിച്ഛായ നിർണ്ണയിക്കുന്നതിൽ ആദ്യ 100 ദിവസങ്ങൾ പ്രധാനമാണെങ്കിലും അത് അന്തിമ വിധിയല്ല. മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ധവളപത്രം കൊണ്ടോ വലിയ വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്ന ബജറ്റ് പ്രഖ്യാപനം കൊണ്ടോ മാത്രം ജനപിന്തുണ ഉറപ്പാക്കാനാവില്ല. കാര്യക്ഷമമായ ഭരണനിർവഹണം, അഴിമതിയില്ലാത്ത സമീപനം, സമയബന്ധിതമായ തീരുമാനങ്ങൾ, ജനപക്ഷ നയങ്ങൾ, വികസനത്തിന് വ്യക്തമായ ദിശ എന്നിവയാണ് സർക്കാരിന്റെ വിശ്വാസ്യത ഉറപ്പാക്കുക. അടുത്ത 6 മാസത്തിനുള്ളിൽ വ്യക്തമായ പുരോഗതി രേഖ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞാൽ ആദ്യ 100 ദിവസങ്ങളിലെ വീഴ്ചകളും ആശയക്കുഴപ്പങ്ങളും മറികടക്കാൻ സാധിക്കും. പ്രഖ്യാപനങ്ങൾ പദ്ധതികളായും പദ്ധതികൾ യാഥാർത്ഥ്യങ്ങളായും മാറുമ്പോഴാണ് ഭരണത്തിന്റെ വിജയം അളക്കപ്പെടുക. അതുകൊണ്ട് തന്നെ 100-ാം ദിനത്തിൽ സതീശൻ സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി പ്രതീക്ഷകളെ ഫലങ്ങളാക്കി മാറ്റുക എന്നതാണ്. ജനവിധി നൽകിയ ദീർഘമായ ഭരണകാലത്തിന്റെ യഥാർത്ഥ പരീക്ഷ ഇനി തുടങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.